മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ മൃതദേഹം അല്പസമയത്തിനകം ACC ആസ്ഥാനത്തെത്തിക്കും. പൊതുദർശനത്തിന് ശേഷം ഡൽഹിയിലെ നിഗംബോധ് ഘട്ടിൽ പൂർണ്ണ സൈനിക ബഹുമതികളോടെ മൃതദേഹം സംസ്കരിക്കും. ഡി ധനസുമോദും PR അരവിന്ദും വിവരങ്ങൾ നൽകാനായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ധനസുമോദ്, അല്പസമയം മുമ്പാണ് അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്ന് വിലാപയാത്ര ആരംഭിച്ചത്. ഈ പൊതുദർശനം എത്ര മണിവരെ ക്രമീകരിച്ചിരിക്കുന്നു? ഇപ്പോൾ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള ഈ യാത്ര ഇപ്പോൾ ഇതിനകം തന്നെ ACCയിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ ജൻപതിൽ സോണിയാഗാന്ധിയുടെ സോണിയാഗാന്ധിയുടെ വസതിക്ക് മുന്നിലൂടെയാണ് ഇപ്പോൾ ഈ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള യാത്ര കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് സൈനിക വാഹനം, പ്രത്യേകം ഒരുക്കിയ സൈനിക വാഹനം അത് ഈ ശവമഞ്ചം കെട്ടിവലിച്ചുകൊണ്ടാണ് പോകുന്നത്. പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് അദ്ദേഹത്തിന്റെ അന്തിമ യാത്ര ഇപ്പോൾ തുടങ്ങിയാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആസ്ഥാനത്തേക്ക് എത്തും. ACC ആസ്ഥാനത്ത് 1.5 മണിക്കൂറാണ് അവിടെ പൊതുദർശനത്തിനുള്ള ഒരു സമയം പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ പൊതുജനങ്ങൾക്കടക്കം ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ഒരു അവസരമുണ്ട്. അതിനുവേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ ACC പരിസരത്ത് മുഴുവൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ACC ഗേറ്റിലേക്ക് തന്നെ എത്തിയിരിക്കുകയാണ്. അക്ബർ റോഡിലെ ACC ആസ്ഥാനത്തേക്ക് ഇപ്പോൾ മൃതദേഹം എത്തിച്ചിരിക്കുകയാണ്. MP-മാർ, നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ ഈ യാത്രക്ക് അടുത്ത ബന്ധുക്കൾ മാത്രമാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ട്രക്കിൽ ഉള്ളത്. ഇതിന് ശേഷം മറ്റൊരു സൈനിക ട്രക്ക് കൂടി ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ബന്ധുക്കളും നേതാക്കന്മാരും ഉൾപ്പെടെയുള്ളവർ ആ സൈനിക ട്രക്കിൽ മൃതദേഹത്തിനോടൊപ്പം അനുഗമിക്കാം എന്നാണ് സൈന്യം പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഏതായാലും മൂന്ന് സൈന്യത്തിന്റെയും പ്രധാനപ്പെട്ട സൈന്യാധിപന്മാർ അടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. പൂർണ്ണ സൈനിക ബഹുമതിയോടുകൂടി തന്നെയായിരിക്കും മൃതദേഹം ഇവിടുന്ന് വീട്ടിൽ നിന്ന് എടുക്കുന്നത് തന്നെ. കാര്യം ആദ്യം 8 മണിക്കാണ് മൃതദേഹം എടുക്കുന്നത് എന്ന് അറിയിച്ചിരുന്നെങ്കിൽ പോലും മതപരമായ ചടങ്ങുകൾ നീണ്ടുപോയിരുന്നത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ മൃതദേഹം ഒരു അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്നും എടുത്തിരുന്നത്. ഇപ്പോൾ അദ്ദേഹത്തെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ഈ യാത്ര ACC ഗേറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ACCയിലായിരിക്കും ഇനി പൊതുദർശനം ഉണ്ടാകുക. അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനത്തു നിന്നും ഒഴിയുന്ന സമയത്ത് ഒരു പ്രസ്താവന, വളരെ ചരിത്രപരമായിട്ടുള്ള ഒരു പ്രസ്താവന തന്നെയായിരുന്നു അദ്ദേഹം നടത്തിയിരുന്നത്. അതായത് ചരിത്രം എന്നോട് ദയാവായ്പ കാണിക്കും എന്ന് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. ആ തരത്തിലുള്ളൊരു ചരിത്രം കാണിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോകമാധ്യമങ്ങളും അന്തർദേശീയ മാധ്യമങ്ങളും ദേശീയ മാധ്യമങ്ങളും ഉൾപ്പെടെയുള്ളവ വലിയ തരത്തിലുള്ള ഒരു റിപ്പോർട്ടിങ്ങിന് വേണ്ടിയാണ് ഇവിടെ കാത്തു നിൽക്കുന്നത്. മാത്രമല്ല, അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി ലോകരാജ്യങ്ങളുടെ പ്രതിനിധികൾ, കേന്ദ്രമന്ത്രിമാർ, എല്ലാ രാഷ്ട്രീയവും മറന്നുകൊണ്ട് തന്നെ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ഈ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. കുറച്ചു മുമ്പ് ഷാനവാസ് ഹുസൈൻ, BJP കേന്ദ്രമന്ത്രി കൂടിയായിരുന്നു ഷാനവാസ് ഹുസൈൻ പറയുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച പ്രധാനമന്ത്രിമാരിൽ ഒരാൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇതുവരെ അദ്ദേഹത്തിന് ഈ തരത്തിലുള്ള ഒരു നല്ല വാക്ക് പറയാനോ അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ അംഗീകരിക്കാനോ തയ്യാറാവാതിരുന്ന BJP നേതാക്കന്മാർ പോലും ഇപ്പോൾ അദ്ദേഹത്തെ പുകഴ്ത്തുന്നതാണ് കാണുന്നത്. നമ്മൾ കാണുന്ന ഈ ഒരു ഇന്ത്യ, ഇത് കെട്ടിപ്പടുത്തത് ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. മാത്രമല്ല, അദ്ദേഹം ചില കാര്യങ്ങൾക്ക്, വിവാദങ്ങളിലേക്ക് അദ്ദേഹം തലയിട്ടില്ല, കൃത്യമായി മറുപടി പറഞ്ഞില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ വാക്കുകൾ ആയിരുന്നില്ല വാചാലമായിരുന്നത്, അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ തന്നെയായിരുന്നു. ഒരു 100 വർഷത്തേക്ക് അപ്പുറമുള്ള ഒരു ഇന്ത്യയാണ് അദ്ദേഹം പടുത്തുയർത്തിയത് എന്ന് മാണ് പ്രധാനമായും ഈ ഷാനവാസ് ഹുസൈൻ ചൂണ്ടിക്കാട്ടിയത്. അതായത് ഇതുവരെ നടത്തിയ എല്ലാ ആക്ഷേപങ്ങൾക്കും ഒരു ക്ഷമാപണം പോലെയാണ് അദ്ദേഹത്തിന്റെ എതിരാളികൾ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഈ മൃതദേഹത്തിന്റെ അടുക്കിലേക്ക് ഒഴുകി വരികയും അതിനുള്ള അന്തിമ ചടങ്ങുകൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ ഏറ്റവും ഒടുവിൽ പോലും ഈ ഒരു മൃതദേഹത്തെ സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദമുണ്ടായിരുന്നു. കാരണം
കോൺഗ്രസ് ആവശ്യപ്പെട്ടത് മുൻ പ്രധാനമന്ത്രിമാർ അന്ത്യവിശ്രമം കൊള്ളുന്ന രാജ്ഘട്ടിനടുത്തുള്ള സ്മൃതിദൾ ഈ പ്രദേശത്ത് തന്നെയായിരുന്നു അദ്ദേഹത്തിനും അന്തിമോപചാരം ഉറപ്പിക്കാൻ അവിടെ തന്നെ സംസ്കരിക്കണം എന്നുള്ളൊരു കാര്യമായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ നിഗംബോധ് ഘട്ടിൽ അദ്ദേഹത്തിൻ്റെ സംസ്കാരം നടത്തിയതിനു ശേഷം ഒരു ഉചിതമായ ഒരു ട്രസ്റ്റ് രൂപീകരിച്ചിട്ട് ആ ട്രസ്റ്റിന് ഈ ഭൂമി കൈമാറുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ വിവാദം ഒഴിവാക്കണം എന്നുള്ളൊരു കാര്യമാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ എൻ കെ പ്രേമേന്ദ്രൻ അടക്കമുള്ള നേതാക്കന്മാർ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴും പറഞ്ഞത് കാര്യം ഈ രാജ്ഘട്ടിൻ്റെ അടുത്ത് തന്നെയാണ് ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി തുടങ്ങിയ മുൻ പ്രധാനമന്ത്രിമാർ എല്ലാവരും അന്ത്യവിശ്രമം കൊള്ളുന്നത്. കാര്യം ഇതിനകം തന്നെ ഈ തരത്തിലുള്ള നേതാക്കന്മാർ അന്ത്യവിശ്രമം കൊള്ളുമ്പോൾ ആ പ്രദേശത്ത് തന്നെ ആ ഭൂമിയിൽ തന്നെ ഡോക്ടർ മൻമോഹൻ സിംഗിനും ഒരു അന്ത്യവിശ്രമത്തിനുള്ള ഒരു ഇടം ഒരുക്കേണ്ടിയിരുന്നു എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള നേതാക്കന്മാരും ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. MLA-മാരായിട്ടുള്ള ചാണ്ടിയുമ്മൻ എത്തിയിട്ടുണ്ട്, മാത്യു കുഴൽനാടൻ എത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ MP-മാരായിട്ടുള്ള എൻ കെ പ്രേമേന്ദ്രൻ, ഷാഫി പറമ്പിൽ തുടങ്ങിയവർ ഇതിനകം തന്നെ എത്തിയിട്ടുണ്ട്.